യുധിഷ്ഠിരൻ ഓരോരുത്തർക്ക് ജോലികൾ വീതം വെച്ചു കൊടുത്തു. ഋഷിമാരെയും ബ്രാഹ്മണരെയും സത്കരിക്കുന്ന ചുമതല അശ്വത്ഥാമാവിന് കൊടുത്തു. രാജാക്കന്മാരെ സ്വീകരിക്കുകയും സത്കരിക്കുകയും ചെയ്യുന്ന കാര്യം സഞ്ജയനാണ്. കൃപാചാര്യൻ ഭണ്ഡാരത്തിന്റെ രക്ഷയേറ്റെടുക്കണം. എല്ലാ സാധന സാമഗ്രികളും ചിട്ടയോടെ വെക്കുന്നതിന്റെ ചുമതല ദുശാസനനെ ഏൽക്കണം. വിഭിന്ന സ്ഥലങ്ങളിൽ നിന്ന് വന്നെത്തുന്ന വിലപിടിപ്പുള്ള ഉപഹാരങ്ങൾ സൂക്ഷിക്കി വെക്കുന്ന ജോലി ദുര്യോധനെ ഏൽപ്പിച്ചു. ഭീഷ്മരും ദ്രോണരും എല്ലാ കാര്യങ്ങൾക്കും നിയമവും വ്യവസ്ഥയും അനുസരിച്ച് ഉത്തരവ് പുറപ്പെടുപ്പിക്കും. കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ചക്രവർത്തി തിരുമനസേ, എനിക്കും എന്തെങ്കിലും കൽപ്പിച്ച് തന്നാലോ? യുധിഷ്ഠിരൻ വിനയപൂർവ്വം പറഞ്ഞു, എല്ലാ കാര്യങ്ങളിലും അങ്ങ് തന്നെയാണല്ലോ ചെയ്യിക്കുന്നത്. കൃഷ്ണ, സത്യം പറഞ്ഞാൽ അങ്ങാണ് ചക്രവർത്തിയാകുവാൻ സർവ്വഥാ യോഗ്യൻ. ഞാനാര്? എല്ലാം അങ്ങ് കാരണമാണ് സാധ്യമായി തീരുന്നത്. കൃഷ്ണൻ പറഞ്ഞു, ആ ഭാഗ്യം എനിക്ക് എവിടെ? ജീവിതത്തിൽ ഒരു ഖേദം ബാക്കിയായി. ചക്രവർത്തിയാകുവാനുള്ള ഭാഗ്യം എല്ലാവർക്കും വിധിച്ചിട്ടില്ല. ദുര്യോധനൻ അസൂയയാൽ കത്തിയെരിയുകയായിരുന്നു. യുധിഷ്ഠിരൻ സങ്കോചത്തോടെ പറഞ്ഞു, എല്ലാ മേന്മകൾക്കും അവകാശിയായിരുന്നിട്ടും അതെല്ലാം മറ്റുള്ളവരുടെ തലയിൽ വെച്ചുകൊടുത്തിട്ട് ആനന്ദിക്കുന്ന മഹാപുരുഷന്മാരും ഈ ലോകത്തുണ്ട്. ദുശാസനൻ പെട്ടെന്ന് അഹസ്യഷ്ണത പ്രകടിപ്പിച്ചു. നിങ്ങൾ രണ്ടുപേരും ഇവിടെയിരുന്ന് പരസ്പരം പ്രശംസിക്കുക. ഞങ്ങൾ രാജകാര്യം ഉപേക്ഷിച്ച് അത് കേട്ടുകൊണ്ടിരിക്കാം. ഭീമൻ അട്ടഹസിച്ചു. വേറെയും ചില ആളുകൾ ഈ ലോകത്തുണ്ട്. അവർ ആരുടെയും പ്രശംസയ്ക്ക് അർഹരല്ല. അതേസമയം മറ്റുള്ളവരുടെ ഉചിതമായ പ്രശംസ കേട്ട് കാതു കുളിർപ്പിക്കുവാനുള്ള ഭാഗ്യവും അവർക്കില്ല. കൃഷ്ണൻ വിഷയം മാറ്റി. മനസ്സിലായി, ഞാൻ അയോഗ്യനാണ്. അതുകൊണ്ടാണ് യുധിഷ്ഠിരൻ എന്നെ ഉത്തരവാദിത്വമൊന്നും ഏൽപ്പിക്കാത്തത്. കൃഷ്ണദ്വൈവായനൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതങ്ങയുടെ ബാല്യകാലം മുതൽ തന്നെ അറിയാവുന്ന കാര്യമാണ്. യജ്ഞം സമാപിക്കുമ്പോൾ അങ്ങയുടെ യോഗ്യത വീണ്ടും ബോധ്യപ്പെടും. ഈ ലോകത്ത് കർമ്മങ്ങൾ കൊണ്ടോ അഭാവം. അങ്ങയ്ക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാം. ആർക്ക് തടയുവാൻ കഴിയും? യജ്ഞത്തിന്റെ തുടക്കത്തിലെ പൂജയും അർച്ചനയും സമാപിച്ചു. ഭീഷ്മ പിതാമഹൻ യുധിഷ്ഠിരനെ വിളിച്ചു പറഞ്ഞു, ബഹുമാന്യരായ അതിഥികളെ ഔപചാരികമായി ക്ഷണിച്ചേരുത്തേണ്ടത് യജ്ഞകർത്താവിന്റെ കർത്തവ്യമാണ്. ആചാര്യൻ, ഋത്വിക്ക്, ഗൃഹസ്ഥൻ, സദ്നതകൻ, ഭൂപതി, ഏറ്റവും ജനപ്രിയനായ വ്യക്തി, ഇങ്ങനെ 6 പേർ അർഘ്യധാനഗതികളാണ്. ഇവരിൽ ഓരോരുത്തർക്കും ഓരോ അർഘ്യം നൽകി ആദരിക്കണം. എന്നാൽ ഈ 6 തരം വ്യക്തികളിൽ ഏറ്റവും ശ്രേഷ്ഠന് ആദ്യം അർഘ്യം നൽകണം. അതാണ് യജ്ഞ നിയമം. ആ വ്യക്തിക്ക് 2 അർഘ്യം നൽകുകയും വേണം. സന്നിഹിതരായിട്ടുള്ള അതിഥികളിൽ ആരാണ് സർവശ്രേഷ്ഠൻ, ആരാണ് അഗ്രപൂജയ്ക്ക് അർഹൻ, ഇത് സംബന്ധിച്ച് ചെറിയ തോതിൽ ചർച്ച നടന്നു. അഗ്രപൂജ ലഭിക്കുന്നത് വളരെയേറെ ആദരണീയമായ കാരണമാണ്. അതിനാൽ അധികം പേര് ഞങ്ങൾക്ക് തങ്ങളുടെ പ്രിയജനങ്ങൾക്കോ ഈ സ്ഥാനം ലഭിക്കണമെന്ന ദുരാഗ്രഹത്താൽ മുങ്ങിപ്പോയി. ആ സമയത്ത് കൃഷ്ണനെ അന്വേഷിച്ചു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അറിയേണ്ടത് ആവശ്യമായിരുന്നു. പക്ഷേ കൃഷ്ണനെവിടെ? സഭാ മണ്ഡപത്തിനടുത്തെങ്ങും കാണുവാനില്ല. ഭീമൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ചുമതലയൊന്നുമില്ലാത്തതുകൊണ്ട് വിരോധത്തിനു വേണ്ടി ലീലകളിൽ ഏർപ്പെടുകയാണ്. ദുശാസനൻ ഭീമന്റെ സ്നേഹപൂർണമായ പരിഹാസം കൈപ്പേറിയ വന്ധ്യമാണെന്ന് വിചാരിച്ച് തട്ടിവിട്ടു. മടിയൻ കുതിരയ്ക്ക് മേഘത്തിന്റെ തണൽ. യാദവ് കുലത്തിൽ ജനിച്ച അയാൾക്ക് രാജസൂയത്തിൽ എങ്ങനെ താല്പര്യം തോന്നും? എല്ലാവരും കൃഷ്ണനെ അന്വേഷിച്ചു തുടങ്ങി. ഞാനും മായയും ഉത്കണ്ഠാഭരിതരായി. ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടു. ബ്രാഹ്മണരെ സ്വീകരിക്കുന്നതിന് നിർമ്മിച്ച പ്രവേശന കവാടത്തിനടുത്ത് ശ്രീകൃഷ്ണൻ നിൽക്കുന്നു. അവിടെ കണ്ട കാഴ്ച എന്നെ സ്തബ്ധയാക്കി. ദൂരദേശങ്ങളിൽ നിന്ന് വരുന്ന ബ്രാഹ്മണനെ കുനിഞ്ഞു വന്നിച്ച ശേഷം വാസുദേവൻ അവരുടെ പൊടിയണങ്ങൾ, പാദങ്ങൾ നന്നായി കഴുകുന്നു. എന്നിട്ട് തൻ്റെ പീതാംബരത്തിന്റെ അറ്റം കൊണ്ട് മൃദുവായി തുടയ്ക്കുന്നു. അദ്ദേഹത്തിന്റെ മധുരാംഗങ്ങളിൽ അന്തഹാസം വിരിയുന്നു. ശ്രമം കാരണം കവിൾത്തടങ്ങളിൽ വിയർപ്പ് കണങ്ങൾ പൊടിയുന്നു. നീലശൈലത്തിൽ തുഷാരണങ്ങൾ പൊടിയുന്നത് പോലെ. ഞാൻ മായയോട് ചോദിച്ചു, മായേ, എന്തൊരു വിചിത്രമായ ജോലിയാണ് അദ്ദേഹം ചെയ്യുന്നത്? ദാസന്മാരും ദാസിമാരും ചെയ്യേണ്ട ജോലി ആരാണ് വാസുദേവനെ ഏൽപ്പിച്ചത്? ഇതുമൂലം അദ്ദേഹത്തിന്റെ മാത്രമല്ല ഇന്ദ്രപ്രസ്ഥത്തിന് വാസികളുടെയും യുധിഷ്ഠിര മഹാരാജാവിൻ്റെയും അന്തസ്സിടിച്ചു. തീർച്ചയായും ഇത് നമ്മൾ ചെയ്ത ഘോരമായ അപരാധമായി പോയി. മായെല്ലാം അറിഞ്ഞുകൊണ്ട് ചെറുപുഞ്ചിരിയോട് പറഞ്ഞു, സഖി, വിഷമിക്കാതിരിക്കൂ. വാസുദേവന്റെ പ്രവൃത്തികൾ ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല. ഇനി എന്തൊക്കെയാണ് ചെയ്യുവാൻ പോകുന്നതെന്ന് നോക്കിക്കൊള്ളൂ. എന്തിനാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞാൻ പരിഭ്രമത്തോടെ ചോദിച്ചു. മായ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പരിഭവിച്ചിട്ട് യുധിഷ്ഠിരൻ അദ്ദേഹത്തെ പ്രത്യേകിച്ച് ജോലിയൊന്നും ഏൽപ്പിക്കാഞ്ഞപ്പോൾ എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് അന്വേഷിച്ചു. ഈ ജോലി ചെയ്യാൻ ആരും സമ്മതിച്ചില്ലെന്ന് മനസ്സിലായപ്പോൾ സ്വയം അതെറ്റെടുത്തു. നന്നായി. ഇത്രയും വലിയ സഭയിൽ ഇത്രയും ചെറിയ ജോലി ചെയ്യുവാൻ ആർക്കാണ് താല്പര്യം തോന്നുക? എന്ത് ചെയ്യണമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ബ്രാഹ്മണർ ലഘുഭക്ഷണം കഴിഞ്ഞ് എഴുന്നേറ്റ ഭാഗത്തേക്ക് കൃഷ്ണൻ പോകുന്നത് കണ്ടു.
അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലാവും. ഞാൻ അതിവേഗം മായയുടെ കൈക്ക് പിടിച്ചുകൊണ്ട് അങ്ങോട്ട് ഓടുവാൻ തുടങ്ങി. മായി, നമ്മളിവിടെ ഉള്ളപ്പോൾ അദ്ദേഹത്തെ ഈ പണി ചെയ്യാൻ അനുവദിക്കരുത്. മായ അല്പം മടിക്കുന്നതായി എനിക്ക് തോന്നി. ഞാൻ അവളുടെ കൈവിട്ടോടി അവളുടെ അടുത്തേക്ക് എടുത്തു മുമ്പ് തന്നെ കൃഷ്ണൻ എച്ചിലില്ല പെറുക്കിയെടുത്തു തുടങ്ങി. ഞാനെല്ലാം മറന്ന് ആളുകളുടെ നടുക്ക് വെച്ച് അദ്ദേഹത്തിൻ്റെ രണ്ട് കൈയും പിടിച്ചുകൊണ്ട് നിൽപ്പായി. എന്നിട്ട് അനുനയ സ്വരത്തിൽ പറഞ്ഞു, സഖേ, യുധിഷ്ഠിരനോട് പരിഭവിച്ചിട്ട് അങ്ങനെ ലജ്ജിപ്പിക്കുകയാണ്. യുധിഷ്ഠിരൻ ഇന്ദ്രപ്രസ്ഥത്തിലെ ജനങ്ങളുടെ സേവകനാണ്. അതുകൊണ്ട് ഞാൻ അവരുടെ സേവകിയാണ്. സേവകിയുള്ളപ്പോൾ ഇത്തരം ചെറിയ ജോലികൾ അങ്ങ് ചെയ്യുന്നത് ശരിയല്ല. വാസുദേവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ലോകത്തൊരു ജോലിയും ചെറുതല്ല. ചെറിയ ജോലികൾക്കും വലിയ ഫലം ലഭിച്ചിട്ടുണ്ട്. നോക്കൂ, ചെറിയ ജോലി എന്ന് പറഞ്ഞ് നിസ്സാരമായി തള്ളിയ അതേ ജോലി സ്വേച്ഛയാ ചെയ്തത് കാരണം എത്ര വലിയ പുരസ്കാരമാണ് എനിക്കിപ്പോൾ ലഭിച്ചത്. ഞാൻ എച്ചിലില്ല സഹിതം സഖാതാവിൻ്റെ രണ്ട് കൈകളും മുറുകെ പിടിച്ച് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് ആശ്ചര്യത്തോടെ നോക്കി നിന്നു. ഇദ്ദേഹത്തിന് എന്ത് പുരസ്കാരമാണ് ഇന്ന് ലഭിച്ചത്? വാസുദേവൻ രത്നചികിതമായ വളകൾ അണിഞ്ഞ് എൻ്റെ കൈകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, ഈ ജോലി ചെയ്തതുകൊണ്ടല്ലേ സ്ത്രീരത്നമായ യജ്ഞസേനി ഇന്ന് എല്ലാവരുടെയും മുൻപിൽ വെച്ച് എൻ്റെ രണ്ട് കൈകളും പിടിച്ചുകൊണ്ട് ഇത്ര നേരം നിൽക്കുന്നത്. ഇതിലും വലിയൊരു പുരസ്കാരം മാന്യാവർത്തത്തിലെ ഏതെങ്കിലും പുരുഷന് ലഭിക്കുവാനുണ്ടോ? ഞാൻ ലജ്ജിച്ചുപോയി. സഖാവിൻ്റെ കയ്യിലെ പിടിവിട്ടു. ആ തക്കത്തിന് അദ്ദേഹം എച്ചിലകളെല്ലാം പെറുക്കിയെടുത്തു. അദ്ദേഹത്തിൻ്റെ കാലു പിടിച്ച് ഈ ജോലിയിൽ നിന്നും പിന്തിരിപ്പിക്കണമെന്ന് മനസ്സാഗ്രഹിച്ചു. എന്നാൽ അപ്പോഴേക്കും ഭീഷ്മ പിതാമഹനും കൃഷ്ണദ്വൈപായനനും ഞങ്ങളുടെ അടുത്തെത്തി. ഞാൻ ലജ്ജയോട് അകന്നു മാറി. ഞാൻ ആലോചിച്ചു, വാസുദേവൻ കൃഷ്ണൻ എത്ര മഹാനാണ്. മനുഷ്യൻ തമ്മിൽ അദ്ദേഹത്തിന് ഒരു ഭേദചിന്തയുമില്ല. പ്രഭുവും ഭൃത്യനും രാജാവും പ്രജയും എല്ലാം അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽ സമന്മാരാണ്. ജീവിതത്തിൽ ഓരോ ചുവടുവെപ്പിലും മനുഷ്യൻ വെറുതെ അഹങ്കാരത്തിൽ മുങ്ങുകയാണ്. ഇന്ന് അദ്ദേഹം ഞങ്ങളുടെ കണ്ണുകൾ തുറപ്പിച്ചു. ഭീഷ്മരും കൃഷ്ണദ്വൈപായനും വാസുദേവനെ യജ്ഞവേദിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വാസുദേവ കൃഷ്ണൻ ആര്യാവർത്തത്തിലെ സർവശ്രേഷ്ഠനായ പുരുഷനാണെന്ന് ഭീഷ്മർ പ്രഖ്യാപിച്ചു. കൃഷ്ണൻ പരോപകാരിയാണെന്ന് വിജ്ഞാനനുമാണ്. വീരനും നിർഭയനുമാണ്. തേജസ്, ബലം, പരാക്രമം, ജ്ഞാനം എന്നുവേണ്ട സർവ്വഗുണങ്ങളും ഒരേപോലെ വിളങ്ങി നിൽക്കുന്ന മഹാപുരുഷനാണ് അദ്ദേഹം. ജനപ്രീതിയുടെ കാര്യത്തിലും അദ്ദേഹം ഒന്നാമൻ തന്നെ. ഭൂമിയിൽ ധർമ്മ സംസ്ഥാപനാർത്ഥം അദ്ദേഹം തൻ്റെ ജീവിതത്തിന് അർപ്പിച്ചേക്കുന്നു. ബാല്യം മുതൽ എന്നോളം അദ്ദേഹം ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളാൽ ലോകനന്മ വർദ്ധിച്ചു. ദുഷ്ടനിഗ്രഹവും ശിഷ്ടപരിപാലനവും അദ്ദേഹത്തിൻ്റെ ജീവിതവ്രതമാണ്. എന്തുകൊണ്ടും അദ്ദേഹം തന്നെയാണ് അഗ്രപൂജയ്ക്ക് അർഹൻ. ആദ്യമായ അർഘ്യം അർപ്പിക്കേണ്ടതും അദ്ദേഹത്തിന് തന്നെ. കൃഷ്ണന്റെ അത്തച്ചിയുടെ മകനായിരുന്നു ശിശുപാലൻ. എന്നാൽ അയാൾക്ക് കൃഷ്ണനോട് വിദ്വേഷമായില്ലേ. രുക്മിണിയുടെ വിവാഹ സമയത്ത് ശിശുപാലൻ അപമാനിതനായി. കൃഷ്ണൻ രുക്മിണിയെ അപഹരിച്ചത് കൊണ്ടുപോയി വിവാഹം കഴിച്ചു. ഇക്കാര്യത്തിൽ രുക്മിണിയുടെ പൂർണ്ണ സമ്മതവും ഉണ്ടായിരുന്നു. ശിശുപാലൻ കൃഷ്ണന് സർവശ്രേഷ്ഠ പദവി നൽകുന്നതിനെ എതിർത്തു. ദീർഘകാലമായ അസൂയയിൽ വെന്തി നീറിക്കൊണ്ടിരുന്ന കൗരവന്മാർ പാണ്ഡവന്മാരുടെ മാർഗദർശിയായ കൃഷ്ണനോടുള്ള വിദ്വേഷം നിമിത്തം ശിശുപാലന്റെ എതിർപ്പിനെ പിന്താങ്ങി. ശിശുപാലൻ ആശ്രവര്യായങ്ങളായ അസംഖ്യം പദങ്ങൾ ഉപയോഗിച്ച് കൃഷ്ണനെയും പാണ്ഡവന്മാരെയും ചീത്ത പറഞ്ഞു. ഈ വാക്കുകൾ കേട്ട് സഹദേവൻ പ്രകോപിതനായി തീർന്നു. സർവ്വജനപ്രിയകനായ ശ്രീകൃഷ്ണന് അഗ്രപൂജ നൽകുന്നത് അസഹ്യമായി തോന്നുന്ന നീചനായ പഴുക്കളെ ഞാൻ ചവിട്ടിത്തേക്കും. അതിനുശേഷമുണ്ടായ സംഭവങ്ങൾ അതിഭയങ്കരം തന്നെ. ശിശുപാലനും അയാളെ പിന്തുണയ്ക്കുന്നവരും പെട്ടെന്ന് പ്രകോപിതരായി. അവരുടെ വാക്കുകൾ ശ്രദ്ധിക്കാതെ യുധിഷ്ഠിരന്റെ നിർദ്ദേശപ്രകാരം സഹദേവൻ ശ്രീകൃഷ്ണൻ ആദിത്യയെ അർഘ്യമർപ്പിച്ചു. ഈ മഹത്തായ ദൃശ്യം പാപിയായ ശിശുപാലന് സഹിച്ചില്ല. സമാന ചിന്താഗതിക്കാരായ ദുരാചാരികൾ ഒത്തുചേർന്ന് യജ്ഞകർമ്മങ്ങൾ മുടക്കുന്നതിനോടൊപ്പം കൃഷ്ണനെ വധിക്കാനും ഗൂഢാലോചന നടത്തുകയും ചെയ്തു. ക്ഷണിക്കപ്പെട്ട രാജാക്കന്മാരും മുനിവരന്മാരും വിദ്വാൻമാരുമെല്ലാം വ്യാകുലചിത്തരായി. ധർമാത്മാവും നീതിനിഷ്ഠനുമായ യുധിഷ്ഠിര മഹാരാജാവിന്റെ രാജസൂയ യജ്ഞത്തിൽ അച്ചടക്കവും സമാധാനവും ഇല്ലാത്തതിൽ പിന്നെ ചക്രവർത്തി എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം? ആ സമയത്ത് എല്ലാവരുടെയും മനസ്സിന്റെ സംഘർഷവും അശാന്തിയും അകറ്റിക്കൊണ്ട് ആകാശത്ത് നിന്ന് സുദർശന ചക്രം ക്ഷിപ്രവേഗത്തിൽ വന്നു. അതിനൊടിയിടയിൽ ശിശുപാലന്റെ ശിരസ് ഛേദിച്ച ശേഷം ശ്രീകൃഷ്ണന്റെ കയ്യിലേക്ക് മടങ്ങി. എല്ലാവരും സ്തബ്ധരായി. ഉത്തരക്ഷണത്തിൽ സർവരും കൃഷ്ണപാദങ്ങളിൽ സമർപ്പിതരായി. ശിശുപാലന്റെ മരണം രാജസൂയത്തിൽ ദുഷ്ടന്മാരുടെ ആപൂതിയായിട്ടേള ആരംഭമായിരിക്കും. യുധിഷ്ഠിരന്റെ ധർമ്മരാജ്യത്തിൽ ദുഷ്ടന്മാർക്ക് സ്ഥാനമില്ലെന്ന് എല്ലാവർക്കും തോന്നി. ദുഷ്ടനിഗ്രഹം ജീവിതവ്രതമാക്കിയ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരന്റെയും സഹോദരന്മാരുടെയും മാർഗദർശിയായി. ചക്രവർത്തിയായ യുധിഷ്ഠിരൻ മുൻപിൽ എല്ലാവരും തലകുനിക്കും. തങ്ങളുടെ ആശംസകൾ അനുഗമനം പ്രകടിപ്പിച്ചുകൊണ്ട് ധർമ്മസംസ്ഥാന പ്രക്രിയയിൽ തങ്ങളുടെ ശക്തിക്കൊത്ത് സഹകരിക്കാമെന്ന് സർവരും പ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. പൗർണമിക്കും അമാവാസിക്കും മധ്യേ ഒരു നിർദ്ദിഷ്ട സമയത്തിൻ്റെ ഒരു അന്തരമുണ്ട്.
എന്നാൽ സുഖത്തിന് ശേഷം ദുഃഖം ഏതു നിമിഷവും വന്നെത്തുമെന്ന് ആർക്കും അറിയുവാൻ പാടില്ല. ഞാനും ആ ദിവസം സുഖത്തിൻ്റെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും ചരമശിഖരത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുകയായിരുന്നു. ആര്യാവർത്തത്തിൽ എന്നെപ്പോലെ വേറൊരു സ്ത്രീയില്ല. ഇതിനപ്പുറം എന്ത് സുഖമാണ് ലഭിക്കുവാനുള്ളത്? മറ്റെന്തെങ്കിലും സുഖം ഈ ലോകത്തുണ്ടെങ്കിൽ പോലും അതെൻ്റെ ഭർത്താക്കന്മാർക്കൊട്ടും അപ്രാപ്യമല്ല. എനിക്ക് വേണമെങ്കിൽ പോലും അവർ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും അടർത്തിയെടുത്ത് എൻ്റെ കാൽക്കൽ കൊണ്ടുവച്ച് തരും. ചക്രവർത്തിയുടെ ധർമ്മപത്നിക്ക് ലഭിക്കാത്തത് എന്തുണ്ട്? വിധി എൻ്റെ അഹങ്കാരത്തെ പരിഹസിച്ചു. വിധി അദൃശ്യമായിരിക്കുന്നത് കൊണ്ട് മനുഷ്യർ അത്ര അഹങ്കരിക്കുന്നത്. കൃഷ്ണദ്വൈപായനൻ വിടവാങ്ങി പോകുവാനൊരുങ്ങി. യുധിഷ്ഠിരൻ അദ്ദേഹത്തിൻ്റെ പാദം തൊട്ട് വന്ദിച്ചു. ചക്രവർത്തിയായ അദ്ദേഹം സവിനയം പ്രതിജ്ഞയെടുത്തു. കഠോരവചനങ്ങളാൽ ഞാൻ ആർക്കും ക്ലേശമുണ്ടാക്കുകയില്ല. സ്വന്തം സന്താനങ്ങളെയും അന്യരുടെ സന്താനങ്ങളെയും ഭേദചിന്തയോടെ നോക്കുകയില്ല. ഇനി യുദ്ധം ചെയ്യണമെന്നോ രക്തച്ചൊരിച്ചിൽ ഉണ്ടാകണമെന്നോ ആഗ്രഹിക്കുകയില്ല. ധർമ്മത്തിൻ്റെയും സത്യത്തിൻ്റെയും മാർഗം അവലംബിച്ച് എല്ലാവർക്കും സുഖം പ്രദാനം ചെയ്യുന്നതിനു വേണ്ടി ജീവിതം അർപ്പിക്കും. കൃഷ്ണദ്വൈപായനൻ യുധിഷ്ഠിരനെ ആശീർവദിച്ചുകൊണ്ട് പറഞ്ഞു, അടുത്ത 13 വർഷക്കാലം നാനാതരം അശുഭങ്ങൾ സംഭവിക്കും. കാലഗതി ആർക്കും തടയുക സാധ്യമല്ല. അസംഖ്യം ക്ഷത്രിയന്മാർക്ക് നാശം സംഭവിക്കും. എന്നാൽ ഒന്നുകൊണ്ടും വ്യതിചലിക്കാതെ ധർമ്മമാർഗത്തിൽ ചരിക്കുക. തന്മൂലം ഭൂമിയിൽ മംഗളം സംഭവിക്കും. കൃഷ്ണദ്വൈപായനന്റെ പ്രവചനം കേട്ട് യുധിഷ്ഠിരന്റെ മുഖം പാടി. അദ്ദേഹത്തിൻ്റെ ഉള്ളു വിറച്ചു. ഈ ജീവിതത്തിൽ സമാധാനം ലഭിക്കുകയില്ലേ? ഇനി എന്ത് അശുഭമാണോ വരുവാനിരിക്കുന്നത്? ഇനി വാസുദേവ കൃഷ്ണൻ വിട പറഞ്ഞു പോകും. ദ്വാരകയിൽ നിന്ന് വന്നിട്ട് കുറേ നാളായി. ഇനി മടങ്ങിപ്പോകണം. എങ്കിലും അദ്ദേഹം പോകുന്നുവെന്ന് ആലോചിക്കുമ്പോൾ മനസ്സിലൊരു വല്ലായിക. ചക്രവർത്തിയുടെ പട്ടമഹർഷിയുടെ ഹൃദയം ഇത്ര ദുർബലമാകുന്നത് എന്ത്? എന്തിനാണൊരു കുറവ്? സഖാവ് പോയി കഴിഞ്ഞാലുടൻ തലയിൽ ആകാശം ഇടിഞ്ഞു വീഴുമെന്ന തോന്നല്. കൃഷ്ണദ്വൈപായനന്റെ ഭാവി പ്രവചനം എൻ്റെ ആശങ്കയും ദുശ്ചിന്തയും ആളിക്കത്തിച്ചു. യുധിഷ്ഠിരനെ വന്ദിച്ചിട്ട് കൃഷ്ണൻ യാത്ര ചോദിച്ചു. യുധിഷ്ഠിരൻ വിനീതസ്വരത്തിൽ പറഞ്ഞു, ഗോവിന്ദ, അങ്ങ് തന്നെയാണ് ചക്രവർത്തിയാകുവാൻ യോഗ്യൻ. ഈ നേട്ടം എൻ്റേതല്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ലോകം എന്നെ പാടിപ്പോഴ്ത്തുമ്പോൾ ആനന്ദത്തിന് പകരം ദുഃഖമാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. ലജ്ജയും തോന്നുന്നു. എൻ്റെ മനസ്സിൽ ലജ്ജയുടെയും ദുഃഖത്തിൻ്റെയും ഭാരം കയറ്റി വെച്ചിട്ടാണ് അങ്ങ് പോകുന്നത്. അതാലോചിക്കുമ്പോൾ തന്നെ എനിക്ക് ഒരുതരം നിസ്സഹായത അനുഭവപ്പെടുന്നു. ഗോവിന്ദൻ സ്നേഹപൂർവ്വം അദ്ദേഹത്തിൻ്റെ ഇരു കൈകളും ചേർത്ത് പിടിച്ചു. സഹോദര, വിനയം നല്ലതാണ്. പക്ഷേ സ്വയം അയോഗ്യനാണെന്ന് കരുതുന്നത് ശരിയല്ല. താങ്കൾ കാര്യങ്ങൾ നടത്തി, ഞാനതിൽ സഹകരിച്ചു. ഭൂമിയെ രക്ഷിക്കുവാൻ ധർമ്മത്തിന് മാത്രമേ കഴിയൂ. അതിനാൽ രാജസൂയ യജ്ഞം വഴി ധർമ്മരക്ഷയുടെ ചുമതല താങ്കളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. മനുഷ്യൻ ധർമ്മത്തെ രക്ഷിക്കുന്നു. ധർമ്മം തന്നെ മനുഷ്യനെ രക്ഷിക്കുന്നു. ഇക്കാര്യം മറക്കരുത്. ഗോവിന്ദൻ ഓരോരുത്തരുടെയും യാത്ര ചോദിച്ചു. എൻ്റെ മക്കൾ കൃഷ്ണനെ വളഞ്ഞു. മാമൻ പോകരുത് എന്ന് അപേക്ഷിച്ചു. മാമൻ്റെ വീട്ടിൽ, അതായത് കൃഷ്ണൻ്റെ വീട്ടിൽ പോകണമെന്ന് അഭിമന്യു ശാഠ്യം പിടിച്ചു. കൃഷ്ണൻ എല്ലാവരെയും ലാളിച്ചു, തലോലിച്ചു, നന്നായി പഠിക്കണമെന്ന് ഉപദേശിച്ചു. അഭിമന്യുവാണ് ഏറ്റവും മൂത്തവൻ. അതിനുശേഷം ഓരോ വയസ്സിൻ്റെ വ്യത്യാസത്തിൽ എൻ്റെ 5 പുത്രന്മാർ. അഭിമന്യു അർജുനൻ്റെ തനി ചായ തന്നെ. എൻ്റെ മക്കൾക്ക് ആരുടെ ചായയാണെന്ന് പറയുവാൻ പ്രയാസം. ഓരോരുത്തർക്കും പഞ്ചപാണ്ഡവന്മാരുടെ ഏതെങ്കിലുമൊക്കെ സാമ്യമുണ്ട്. ഏറ്റവും ആശ്ചര്യകരമായ സംഗതി, എല്ലാവരുടെയും കണ്ണുകളും അധരങ്ങളും പാദങ്ങളും കൃഷ്ണനിൽ നിന്ന് പറിച്ചു വെച്ചതുപോലെയുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചു? എൻ്റെ കൃഷ്ണചിന്ത കാരണമാകാം. കൃഷ്ണൻ്റെ പാദാൽമങ്ങൾ ഞാൻ എപ്പോഴും ധ്യാനിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ എനിക്ക് വഴികാട്ടുന്നു. അദ്ദേഹത്തിൻ്റെ അധരങ്ങൾ എനിക്ക് ജീവിതാമൃതത്തിൻ്റെ സ്വാദറിയുന്നതിന് ശക്തിയും പ്രേരണയും നൽകും. കൃഷ്ണൻ ചിലപ്പോൾ എന്നെ കളിയാക്കും. സഖി, നിങ്ങളുടെ പുത്രന്മാർക്ക് അവരുടെ അച്ഛനേക്കാളധികം സാദൃശ്യം ഞാനുമായിട്ടാണ്. ഭീമൻ ഇതിൻ്റെ പേരിൽ നിങ്ങളെ പരിഹസിക്കാറില്ലേ? എൻ്റെ മുഖം ലജ്ജ കൊണ്ട് ചുവന്നു. ഞാൻ തല കുനിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് സ്വാഭാവികം മാത്രം. സ്വന്തം സത്ത മറന്നുപോകത്തക്ക വിധത്തിൽ എൻ്റെ ഭർത്താക്കന്മാരിൽ കൃഷ്ണൻ അലിഞ്ഞു ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ട് കുട്ടികൾ കൃഷ്ണനെ പോലെ ആയിത്തീരുന്നത് സ്വാഭാവികം മാത്രം. വിശേഷിച്ചും അർജുനൻ്റെ പുത്രൻ ശ്രുതകർമാവ് സഖാവിൻ്റെ തനിപ്പകർപ്പാണ്. എനിക്കതിന് എന്ത് ചെയ്യുവാൻ പറ്റും? ശ്രുതകർമാവിൻ്റെ തലയിൽ തലോടിക്കൊണ്ട് സഖാവ് പറഞ്ഞു, എൻ്റെ മകനും അർജുനൻ്റെ മകനും തമ്മിൽ എന്ത് വ്യത്യാസം? ഞങ്ങൾ രണ്ടുപേരും ഏകാൽ മക്കളാണ്. എന്നെ വേർപെടുത്തിയാൽ അയാൾ ശൂന്യമാകും. അയാളെ വേർപെടുത്തിയാൽ ഞാൻ അപൂർണനുമാകും. അതുകൊണ്ട് ശ്രുതകർമാവ് ആരുടെ മകനാണെന്ന് നിങ്ങൾ മാത്രമേ പറയുവാൻ പറ്റൂ. സഖാവിൻ്റെ രസികത്വം കേട്ട് അർജുനൻ ചിരിക്കും. അദ്ദേഹം ചിരിക്കുന്നത് കണ്ട് എനിക്കും ചിരി വരും. കുട്ടികളെ സമാധാനിപ്പിച്ചിട്ട് അദ്ദേഹത്തെ യാത്രയാക്കി. ഞാൻ അദ്ദേഹത്തെ നമസ്കരിച്ചു. അപ്പോഴേക്കും എൻ്റെ കണ്ണുകൾ നിറങ്ങി. സഖാവ് നിന്നു. മ്ലാനവദനായി പറഞ്ഞു, സഖി, നിങ്ങളുടെ കണ്ണുനീർ കണ്ടതുകൊണ്ട് ഞാനെങ്ങനെ ദ്വാരകയിലേക്ക് പോകും? എന്നെ വിഷമിപ്പിക്കരുത്.
നിങ്ങൾ എപ്പോൾ എന്നെ സ്മരിക്കുന്നുവോ അപ്പോൾ ഇവിടെ ഹാജരാകാമെന്ന് ഉറപ്പു തരുന്നു. നിങ്ങളുടെ ഭർത്താവ് ചക്രവർത്തിയായ ശേഷം യദുകുലത്തിലെ ഈ ഗോപാലൻ്റെ സഹായം നിങ്ങൾക്ക് വേണ്ടി വരുമോ? സഖാവ് വീണ്ടും എൻ്റെ അഹങ്കാരത്തിൽ ആഘാതമേൽപ്പിച്ചു. ചക്രവർത്തിയായ ഭർത്താവ് അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ആറ്റിലൊഴുകുന്ന ഇല പോലെ നിസ്സഹായനാണ്. ഞാൻ കൈകൂപ്പി, സഖി, ഞാൻ സർവ്വതും അങ്ങയിൽ അർപ്പിക്കുകയാണ്. അതിനാൽ എൻ്റെ അഹങ്കാരവും അങ്ങയുടേതാണ്. അങ്ങത് തിരിച്ചെടുക്കുന്നില്ല എങ്കിൽ ആഘാതം ഏൽപ്പിച്ചുകൊള്ളും. അങ്ങ് മടങ്ങി വരണം, കഴിവതും വേഗം. വരും, തക്ക സമയത്ത് വരും. ശ്രീകൃഷ്ണൻ സ്വാന്തനിപ്പിച്ച ശേഷം മടങ്ങിപ്പോയി. പുസ്തകത്തിൻ്റെ താളുകൾ മറക്കേണ്ടി വരും, എന്നാൽ വിധിയുടെ താളുകൾ സ്വയം മറഞ്ഞുകൊള്ളും. ഞാൻ വിവാഹം കഴിച്ചത് ഭിക്ഷുകരന്മാരായ 5 ബ്രാഹ്മണ സഹോദരന്മാരെയായിരുന്നു. എന്നാൽ അവർ ഹസ്തിനാപുരിയിലെ രാജകുമാരന്മാരാണെന്ന് തെളിഞ്ഞു. അപഹരിക്കപ്പെട്ട രാജ്യം പിന്നീട് തിരികെ കിട്ടി. അപ്പോൾ രാജ്യത്തിനു വേണ്ടി സഹോദരന്മാർ തമ്മിലുണ്ടായ അസൂയയും അശാന്തിയും അകറ്റുവാൻ വേണ്ടി കാട്ടുപ്രദേശമായ വാരണാവർത്തത്തിൽ രാജധാനം സ്ഥാപിക്കേണ്ടി വന്നു. വാരണാവർത്തത്തെ ഇന്ദ്രപ്രസ്ഥമാക്കി വികസിപ്പിച്ചെടുക്കുന്നതിന് എത്രമാത്രം ത്യാഗവും സാധനയും ദുഃഖവും കഷ്ടപ്പാടും സഹിക്കേണ്ടി വന്നു. എല്ലാ സാധനയുടെയും പ്രയത്നത്തിൻ്റെയും ചരിത്രം എൻ്റെ ആത്മാവിൻ്റെ താളുകളിൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇന്നെൻ്റെ ഭർത്താവ് ചക്രവർത്തിയാണ്. ഇന്ദ്രപ്രസ്ഥം ആര്യാവർത്തത്തിലെ ഏറ്റവും സമൃദ്ധമായ നഗരമാണ്. ധനം, ഐശ്വര്യം, പ്രകൃതി സൗന്ദര്യം, കല, സംഗീതം, നൃത്തം, സാഹിത്യം, യുദ്ധകൗശലം എന്നിങ്ങനെ വിവിധ രംഗങ്ങളിൽ ഇന്ദ്രപ്രസ്ഥം മറ്റ് രാജ്യങ്ങൾക്ക് മാതൃകയാണ്. ഞാൻ 5 പുത്രന്മാരുടെ അമ്മയാണ്. എന്നാൽ സുഭദ്രയുടെ മകനാണ് എൻ്റെ സീമന്തപുത്രൻ. എൻ്റെ കുടുംബജീവിതത്തിൽ സുഖവും സമാധാനവും സമ്പത്തും വേണ്ടുവോളുമുണ്ട്. എനിക്ക് മറ്റൊന്നും വേണ്ട. പാണ്ഡവന്മാർ സ്വന്തം ബലം ആശ്രയിച്ച് നിൽക്കുന്നു. കൃഷ്ണൻ അവർക്ക് തുണയായി വർത്തിക്കുന്നു. ധർമ്മമാർഗത്തിലൂടെ സഞ്ചരിച്ച് രാജ്യവാസികളുടെ സുഖദുഃഖങ്ങളുമായി താരതമ്യം പ്രകടിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സുഭദ്ര വീട്ടുകാര്യങ്ങൾ നോക്കിക്കൊള്ളും. ഞാൻ പുറത്തെ കാര്യങ്ങൾ അന്വേഷിക്കും. ആർത്തന്മാരുടെ ദയനീയാവസ്ഥകൾക്ക് പരിഹാരം കാണും. ആഹാരം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം ഇവയെല്ലാം മനുഷ്യരുടെ ജന്മാവകാശമാണ്. ഇന്ദ്രപ്രസ്ഥത്തിലെ ഓരോ പൗരനും ജീവിതത്തിലെ ഈ പ്രാഥമിക ആവശ്യങ്ങൾ ലഭിക്കുമെന്നില്ല എങ്കിൽ യുധിഷ്ഠിരൻ ചക്രവർത്തിയാണെന്ന് പറയപ്പെടുന്നത് വ്യർത്ഥമാണ്. എൻ്റെ യജ്ഞസേനി എന്ന പേര് അർത്ഥശൂന്യമായി മാറും. പ്രതിജ്ഞാബദ്ധയായി ലോക സേവനത്തിന് ഇറങ്ങിത്തിരിക്കാമെന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് സ്വപ്നഭംഗമുണ്ടായി. ചിന്തകനും ബുദ്ധിമാനും പരമാധരണീയനുമായ വിതുരർ ഹസ്തിനാപുരിയിൽ നിന്നും വന്നെത്തിയിരിക്കുന്നു. ക്ഷണക്കത്തുമായിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. ഹസ്തിനാപുരിയിലെ രാജാവായ ദുര്യോധനൻ ഇന്ദ്രപ്രസ്ഥത്തിലെ രാജാവായ യുധിഷ്ഠിരനെ ചൂതുകളിക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. യുധിഷ്ഠിരനും ദുര്യോധനനും തമ്മിൽ പന്തയം വെച്ച് ചൂതുകളിക്കും. ക്ഷണവുമായി വന്നിരിക്കുന്നത് വിവേകശാലിയായ വിതുര. ഏതോ അശുഭചിന്തയാൽ എൻ്റെ മനസ്സ് പിടഞ്ഞു. ഞാൻ ഭർത്താവിനെ തടഞ്ഞു. അനുനയ സ്വരത്തിൽ പറഞ്ഞു, ഈ ക്ഷണം സ്വീകരിക്കരുത്. ക്ഷത്രിയന്മാർക്ക് ചൂതുകളി അഭിലക്ഷണീയമല്ല. ചൂതുകളിക്ക് ക്ഷണിക്കുന്നതിന് പിന്നിൽ ദുര്യോധനന് മറ്റെന്തോ ഗൂഢാദ്ദേശമുണ്ട്. യുധിഷ്ഠിരൻ ഗംഭീര സ്വരത്തിൽ പറഞ്ഞു, യജ്ഞസേനി, നായാട്ട്, മദ്യപാനം, ചൂതുകളി, വേശ്യാസക്തി, ഈ 4 ശീലങ്ങളും രാജാവിൻ്റെ ശത്രുക്കളാണ്. എനിക്കതറിയാം. എങ്കിലും പിതാമഹൻ്റെയും ഗുരുജനങ്ങളുടെയും സമ്മതത്തോടെ ദുര്യോധനൻ ക്ഷണക്കത്ത് കൊടുത്തയച്ചപ്പോൾ ഞാനത് സ്വീകരിക്കാതിരിക്കുന്നത് എങ്ങനെ? അങ്ങ് ചൂതുകളിൽ സമർത്ഥനല്ലെന്ന കാര്യം എല്ലാവർക്കും അറിയാം. പരാജയം സുനിശ്ചിതമാണെന്ന് സ്പഷ്ടം. യുദ്ധത്തിൽ പരാജയപ്പെടുമെന്നറിയാമെങ്കിൽ പോലും ക്ഷത്രിയൻ പിന്മാറുകയില്ല. യുദ്ധവും ചൂതുകളിയും ഒരേപോലെയല്ല. എന്തായാലും ദുര്യോധനൻ ക്ഷണിച്ച സ്ഥിതിക്ക് പരാജയഭീതിയാൽ എനിക്ക് ഈ ക്ഷണം നിരസിക്കുക സാധ്യമല്ല. ഈ ക്ഷണത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വിതുരനോടൊന്ന് ചോദിച്ചു നോക്കൂ, ഞാൻ അനുനയ സ്വരത്തിൽ പറഞ്ഞു. വിതുരൻ ദുഃഖത്തിൻ്റെ സത്യം വ്യക്തമാക്കി. ഇന്ദ്രപ്രസ്ഥത്തിലെ ഐശ്വര്യവും യശസ്സും ദുര്യോധനെ അസഹിഷ്ണുവാക്കി തീർത്തു. പാണ്ഡവന്മാരുടെ സമ്പത്തും സമൃദ്ധിയും അയാളെ പ്രലോഭന വിധേയമാക്കി. എത്ര ജന്മം കഴിഞ്ഞാലും തനിക്ക് പാണ്ഡവന്മാർക്കൊപ്പം എത്തുവാൻ കഴിയുകയില്ലെന്ന് അയാൾക്കറിയാം. അതുകൊണ്ട് ദുഷ്ടബുദ്ധിയായ ശകുനി അമ്മാവൻ്റെ ഉപദേശപ്രകാരം ധൃതരാഷ്ട്രയെ കൊണ്ട് സമ്മതിപ്പിച്ചിട്ട് ചൂതുകളേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. ബലപ്രയോഗത്തിലൂടെ സാധ്യമാകുന്നില്ല എങ്കിൽ കൗശലം പ്രയോഗിച്ചോ അധർമ്മമാർഗം അവലംബിച്ചോ പാണ്ഡവന്മാരുടെ സമ്പത്ത് മുഴുവൻ കവർന്നെടുക്കുകയാണ് ഈ ചൂതുകളിയുടെ ഉദ്ദേശം. ശകുനിയായിരിക്കും ദുര്യോധനു വേണ്ടി പകിടകൾ ആടുന്നത്. പകിടകളിൽ കൗശലം പ്രയോഗിച്ച് ജയിക്കുന്ന കാര്യത്തിൽ ശകുനിക്ക് തുല്യനായി 3 ലോകങ്ങളിലും മറ്റാരുമില്ല. എല്ലാം കേട്ട ശേഷം യുധിഷ്ഠിരൻ ഹസ്തിനാപുരിയിലേക്ക് പോകുവാനുള്ള ഒരുക്കങ്ങൾ ചെയ്യുവാൻ ആജ്ഞാപിച്ചു. ദുഃഖവും ക്ഷോഭവും മൂലം ഞാൻ അസ്വസ്ഥയായി. ഞാൻ ചോദിച്ചു, ശകുനി അമ്മാവിൻ്റെ ദുര്യോധനന് ഉദ്ദേശം അറിഞ്ഞിട്ടും അങ്ങ് ക്ഷണം സ്വീകരിച്ച് അങ്ങോട്ട് പോകുകയാണോ? ഗാന്ധാര രാജാവായ ശകുനിയുടെ ചതി സ്പഷ്ടമാണെങ്കിൽ പോലും എനിക്ക് ക്ഷണം സ്വീകരിക്കേണ്ടി വരുന്നു. ജീവിതത്തിലെ ഓരോ കാൽവെപ്പും നിയന്ത്രിക്കുന്നത് വിധിയാണ്. അതുകൊണ്ട് മറ്റൊന്നും ആലോചിക്കാതെ കളിയിൽ പങ്കെടുക്കുക തന്നെ. യുധിഷ്ഠിരൻ്റെ ദൃഢമായ തീരുമാനം കേട്ട് ഞാൻ നിശബ്ദനായി. ഇനി എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കോ ആശങ്കകൾക്കോ എന്തു വില?
നീന്താൻ അറിഞ്ഞുകൂടെങ്കിലും ഞാൻ ആറ്റിൻ ചാടിയിരിക്കുന്നു. വിധിവിഹിതം അവഗണിക്കുവാൻ കഴിയുകയില്ലെന്ന് എന്നാരെങ്കിലും പറഞ്ഞാൽ അത് ആത്മഹത്യയല്ലാതെ മറ്റെന്താണെന്ന് പറയണം. യുദ്ധഭീരുവായ യുധിഷ്ഠിരൻ യുദ്ധം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണോ ഈ ക്ഷണം സ്വീകരിക്കുന്നത്? ധനവും രത്നവും ഐശ്വര്യവും പണയം വെച്ച് തോറ്റാലും വിഷമമില്ല. ജീവിതം സുരക്ഷിതമായിരിക്കട്ടെ, സമാധാനപൂർണമായിരിക്കട്ടെ. ഇതായിരുന്നിരിക്കാം അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അല്ലെങ്കിൽ അഹങ്കാരം അദ്ദേഹത്തെ വിധിവിശ്വാസമാക്കി മാറ്റിയിരിക്കും. വിധി ബലവാനാണെങ്കിലും മനുഷ്യൻ കർമ്മഫലം അനുഭവിച്ചേ മതിയാകൂ എന്ന കാര്യം പ്രാജ്ഞയായ യുധിഷ്ഠിരനെ ചിന്തിക്കുവാൻ കഴിഞ്ഞിരുന്നു. അന്നെൻ്റെ അപേക്ഷ മാനിച്ചില്ലായിരുന്നുവെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുര്യോഗം ഒഴിവാക്കാമായിരുന്നു. ഋതുമതിയായ സ്ത്രീ അസ്പ്രദൃശ്യാണ്. ഹസ്തനാപുരത്തെ ഏകാന്ത ഹർമ്മ്യത്തിൽ താൻ വസിക്കുകയായിരുന്നു. ചൂതുകളിക്കുള്ള ക്ഷണം സ്വീകരിച്ച് പാണ്ഡവന്മാരുടെ കൂടെ ഞാനും അമ്മ കുന്തിദേവിയും ഇങ്ങോട്ട് പോന്നു. ആദരവിനും സ്നേഹത്തിനും സത്കാരത്തിനും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ശുഭശകുനം നോക്കി സഹോദരന്മാർ പോയി കഴിഞ്ഞു. ഞാൻ അവരെ കണ്ടില്ല. ഇങ്ങനെയിരിക്കുന്ന സമയത്ത് ഭർത്താവിനെ കാണുന്നത് നിഷിദ്ധമാണ്. പരപുരുഷന്മാരുടെ നിഴൽ പോലും കാണുന്നത് പാപമാണ്. ഞാൻ ഒറ്റയ്ക്ക് മുറിയുടെ മൂലക്കിരിക്കുകയായിരുന്നു. തടവുപുള്ളിയെപ്പോലെ മനസ്സ് സഭാമന്ദിരത്തിലേക്ക് പറക്കുവാൻ ആഗ്രഹിച്ചു. അവിടെ എന്താണ് സംഭവിക്കുന്നത്? അന്തിമഫലം എന്തായി? ചൂതുകളിയുടെ വാർത്ത എപ്പോൾ കിട്ടും? ശുഭമോ അശുഭമോ? എൻ്റെ സൗന്ദര്യത്തിൻ്റെ ഏറ്റവും വലിയ ആകർഷണം ഇടതുർന്ന നീണ്ട ചുരുണ്ട മുടിയാണ്. മായ എൻ്റെ മുടി ചീകുമ്പോൾ പറയാറുണ്ട്, സഖി, രാജകുമാരന്മാർ സ്വയംവര സഭയിൽ വെച്ച് ഭവതിയുടെ അഴിഞ്ഞ മുടി കണ്ടിരുന്നുവെങ്കിൽ ഈ നീണ്ട മുടിത്തുമ്പിൽ കുരുക്കിട്ട് ആത്മഹത്യ ചെയ്യുമായിരുന്നു പോലും. അവരതുപോലും ഭാഗ്യമെന്ന് കരുതുമായിരുന്നു. അന്ന് മുടി കെട്ടിവെച്ച് പൂക്കൾ കൊണ്ട് ചുറ്റിക്കെട്ടത് നന്നായി. ഇന്നെൻ്റെ മുടി അഴിഞ്ഞു കിടക്കുകയാണോ? ഈ സമയത്ത് മുടി ചീകി ഒതുക്കുകയാണോ കെട്ടിവെക്കുകയോ ചെയ്യുവാൻ പാടില്ല. ഏകവസ്ത്രയായി കഴിയണം. ഹസ്തിനാപുരത്തെ രാജകൊട്ടാരത്തിലെ അന്തഃപുരത്തിൽ നനഞ്ഞ മുടി വിതർത്തിക്കൊണ്ട് അലസ്യമാകെ ആഭരണ രക്തത്താൽ ഞാൻ സമയം കഴിച്ചു കൂട്ടുകയായിരുന്നു. മായ അടുത്തിരിപ്പുണ്ട്. എന്നത്തെയും പോലെ അവൾ എൻ്റെ മുടിയെക്കുറിച്ച് പ്രശംസിക്കുവാൻ തുടങ്ങി. ഭവതിയുടെ മുടിയുടെ സൗന്ദര്യം കാണുവാൻ കഴിയാത്ത ഭാഗ്യരഹിതനായ പുരുഷന്മാരോട് എനിക്ക് അപാരമായ വേദന തോന്നുന്നു. ഞാൻ ദേഷ്യപ്പെട്ടു. എന്തൊക്കെയാണ് ഈ പറയുന്നത്? വിവാഹിതയായ സ്ത്രീയുടെ മുടിത്തുമ്പിൽ പോലും പുരുഷന്റെ ദുരാഗ്രഹം നിറഞ്ഞ അക്കുൽസിദ്ധ ദൃഷ്ടി പഴിയുന്നത് അപമാനജനകമാണ്. അതുകൊണ്ട് മുടി കെട്ടിവെക്കുന്നതും തലയിലൂടെ സാരിത്തുമ്പ് വലിച്ചിടുന്നതും അതുകൊണ്ടാണ് ഞാൻ. സ്വന്തം സൗന്ദര്യം പ്രദർശിപ്പിക്കുന്നത് വേശ്യയുടെ ധർമ്മമാണ്, കുലവധുവിൻ്റേതല്ല. നിന്റെ മനസ്സിൽ ഇത്തരം വിചിത്രമായ ചിന്തകൾ എങ്ങനെ ഉദിക്കുന്നു? മായ മൃദുവായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സ്ത്രീയുടെ പുരുഷൻസിൻ്റെ ആകർഷണം സ്വാഭാവികമാണ്. സുന്ദരിയും കലാരസികയും വിദൂഷ്യമായ സ്ത്രീയോട് പുരുഷ മനസ്സിലുണ്ടാകുന്ന ആകർഷണം ഒരു പ്രകാരത്തിലും വ്യക്തമാക്കുവാൻ കഴിയുകയില്ല. അതിനാൽ ദേവിക്ക് വേണ്ടി ആര്യാവർത്തത്തിലെ സർവ്വരാജകുമാരന്മാർക്കും ഉന്മാദം പിടിപെട്ടാൽ കുറ്റം അവരുടേതല്ല. പിന്നെയോ? മായ വാക്യം മുഴുവഴിപ്പിക്കാതെ ചിരിച്ചുകൊണ്ട് നിന്നു. ഞാൻ നീരസത്തോടെ ചോദിച്ചു, പിന്നെയോ? കുറ്റം എൻ്റേതാണ് എന്നല്ലേ? സ്ത്രീയുടെ ശരീരത്തിൽ സൗന്ദര്യം നിറയ്ക്കുകയും പുരുഷനെത്ര നേത്രങ്ങൾ സൗന്ദര്യദാഹം നിറയ്ക്കുകയും ചെയ്ത ശക്തിയുടേതാണ് ദോഷം. മായ മറുപടി പറഞ്ഞു. ഞാൻ പരുക്കൻ സ്വരത്തിൽ പറഞ്ഞു, എങ്കിൽ ആ ശക്തിയുടെ അടുത്ത് ചെല്ല്. ഇവിടെ ഇരുന്ന് ഇതൊക്കെ പറയുന്നത് എന്തിന്? സഭാഗ്രഹത്തിൽ എന്താണ് നടക്കുകയെന്നോ വല്ല ചിന്തയുമുണ്ടോ? മായ നിർവികാര ഭാവത്തിൽ പറഞ്ഞു. ചിന്തിച്ചതുകൊണ്ട് എന്തു ഫലം? നമുക്കെന്തെങ്കിലും ചെയ്യുവാൻ പറ്റുമോ? സംഭവിക്കേണ്ടത് സംഭവിക്കും. ഈശ്വരേച്ഛ, അതനുസരിച്ച് നമുക്ക് തൊള്ളേണ്ടി വരും. ഞാൻ ഉത്കണ്ഠയോടെ ചോദിച്ചു, മായേ, നിനക്ക് പോയി നോക്കിയിട്ട് വരാമോ? അവിടെ എന്താണ് നടക്കുന്നത്? എന്താണ് പന്തയം വയ്ക്കുന്നത്? ആരാണ് ജയിക്കുന്നത്? ആര്യാവർത്തത്തിലെ ഇത്രയേറെ വിദ്വാൻമാരുടെയും വീരന്മാരുടെയും മഹാപുരുഷന്മാരുടെയും മുൻപിൽ രണ്ട് രാജാക്കന്മാർ ചൂതുകളിയിൽ ഏർപ്പെടുന്നത് രാജോചിതമല്ല. പക്ഷെ എൻ്റെ വാക്കാരും കേട്ടില്ല. മായ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സഖി, സ്വയംവരത്തിൽ പങ്കെടുത്ത രാജകുമാരന്മാർ എല്ലാവരും തന്നെ ചൂതുകളി കാണുവാനായി സഭാഗ്രഹത്തിൽ സന്നിഹിതരായിട്ടുണ്ട്. യുധിഷ്ഠിരൻ എങ്ങനെയും തോൽക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. കുമാരി കൃഷ്ണയെ അവർ ഒരു തവണ കണ്ടിരുന്നു. ജീവിതകാലം മുഴുവൻ ദുഃഖം മാത്രമായി മിച്ചം. രാജവധുവായി കൃഷ്ണയെ ഒരു തവണ കൂടി കണ്ടിട്ട് മനസ്താപം ഇല്ലാതാക്കുവാൻ അവർ തീർച്ചയായും ആഗ്രഹിക്കും. മായ അത്യന്തം സ്വാഭാവികമായ രീതിയിൽ കാര്യം പറയുകയായിരുന്നു. എന്നാൽ ഞാൻ സ്തബ്ധയായിരുന്നു പോയി. മായയ്ക്ക് ബുദ്ധിഭ്രമം സംഭവിച്ചു. എന്തെല്ലാമാണ് ആലോചിക്കുന്നത്? ലോകത്തുള്ള എല്ലാവരുടെയും മനസ്താപം ഇല്ലാതാക്കുവാൻ ഞാൻ എല്ലാവരുടെയും മുൻപിൽ എന്നെ തന്നെ പ്രദർശിപ്പിക്കാം. അനുചിതമായ ആശയും ആകാംക്ഷയുമാണ് മനസ്താപത്തിന് കാരണമായി തീരുന്നത്. അതിന് എനിക്കെന്ത് ചെയ്യുവാൻ കഴിയും? വാതിൽ മുട്ടുകേട്ടു. യുധിഷ്ഠിരൻ വിജയിയായി മടങ്ങി വന്നു. ഞാൻ അകത്തേക്ക് വലിഞ്ഞു. ഋതുപതിയായത് കാരണം ഭർത്താവിനെ കാണുവാൻ പാടില്ലട്ടോ? മായ ചോദിച്ചു. എന്തു വാർത്തയാണ് പ്രാതകാമി? ദൂതനായ പ്രാതകാമി വിറയ്ക്കുന്ന സ്വരത്തിൽ പറഞ്ഞു.
ദുര്യോധന മഹാരാജാവ് കൽപ്പിച്ചിരിക്കുന്നു മഹാറാണി യജ്ഞസേനി ഉടനെ സഭാഗ്രഹത്തിൽ എത്തിച്ചേരണമെന്ന്. എൻ്റെ മുഖത്ത് തീ ആളിക്കത്തി. മൂർച്ചയേറിയ സ്വരത്തിൽ ഞാൻ പറഞ്ഞു, എന്നോട് ആജ്ഞാപിക്കുവാൻ ദുര്യോധന മഹാരാജാവിന് എന്ത് കാര്യം? ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രജയല്ല. എൻ്റെ ഭർത്താവ് യുധിഷ്ഠിരനും ചക്രവർത്തിയാണെന്ന കാര്യം അദ്ദേഹം ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? എൻ്റെ തലയിൽ ഇടിവെട്ടേക്കുന്ന മട്ടിൽ ദൂതൻ്റെ ഗംഭീരശബ്ദം ഞാൻ കേട്ടു. യുധിഷ്ഠിര ചക്രവർത്തി തൻ്റെ എല്ലാ സ്ഥലവച്ചംഗങ്ങളും സ്ഥാനമാനങ്ങളും ദാസന്മാരെയും ദാസിമാരെയും സഹോദരന്മാരെയും പണയം വെച്ച് തോറ്റ ശേഷം ഒടുവിൽ തൻ്റെ ഭാര്യയായ കൃഷ്ണയെയും പണയം വെച്ച് തോറ്റു. അത് കാരണം മഹാറാണി കൃഷ്ണ ഇപ്പോൾ കൗരവന്മാരുടെ ക്രീതദാസിയാണ്. ദുര്യോധന മഹാരാജാവിൻ്റെ ആജ്ഞയാണിത്. പ്രാതകാമിയെ കാണുവാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ അന്തഃപുരത്തിൻ്റെ അയാളെ ക്രോധാഗ്നിയിൽ ദഹിപ്പിക്കണമെന്ന് മനസ്സാഗ്രഹിച്ചു. അയാൾക്ക് ഇത്ര ധൈര്യമോ? അയാളെ കുറ്റം പറയുന്നത് എന്തിനും? അയാൾ ആജ്ഞ അനുസരിക്കുന്ന ഒരു ദാസൻ മാത്രം. ഞാൻ ദൃഢസ്വരത്തിൽ പറഞ്ഞു, പ്രാതികാമി പോയി എൻ്റെ ഭർത്താവിനോട് ചോദിച്ചിട്ട് വരും. അദ്ദേഹം ആദ്യം മയം വെച്ചത് അദ്ദേഹത്തെയാണോ അതോ എന്നെയാണോ? ഇതിനുത്തരം കിട്ടാതെ ഞാൻ അവിടെ വന്ന് നനങ്ങുകയില്ല. പ്രാതകാമി പരിഭ്രമിച്ചു മടങ്ങിപ്പോയി. ഞാൻ ജഡമായി നിന്നു. യുധിഷ്ഠിരൻ എന്താണ് ഈ ചെയ്തത്? അജ്ഞനും പ്രാകൃതനുമായ ഒരുവൻ പോലും സ്വന്തം ഭാര്യയെ പണയം വെച്ച് ചൂത് കളിക്കുമോ? ഇത്ര നിന്ദ്യമായൊരു കൃത്യം ഈ ഭൂമിയിൽ ഇന്നോളം ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? എൻ്റെ ദുഃഖം ഇരട്ടിപ്പിച്ചുകൊണ്ട് മായ പറഞ്ഞു, കർണനും മറ്റ് രാജകുമാരന്മാരും എന്തായിരിക്കും ചിന്തിക്കുക? യുധിഷ്ഠിരൻ്റെ പത്നി പ്രേമം വിചിത്രമായിരിക്കുന്നു. പാഞ്ചാല നന്ദിനിയെ ശത്രുക്കളുടെ മുമ്പിൽ എത്ര ചെറുതാക്കി കളഞ്ഞു. കണ്ണുനീർ ധാരധാരയായി ഒഴുകി. അതേസമയം ക്രോധവും അന്തക്ഷോഭവും കാരണം ദേഹം അടിമുടി വിറയ്ക്കുന്നുമുണ്ടായിരുന്നു. അപ്പോഴേക്കും പ്രാതകാമി തിരികെ വന്ന വിനീത സ്വരത്തിൽ പറഞ്ഞു, മഹാറാണി, സഭാഗൃഹത്തിൽ ഉടനെ എത്തിച്ചേരണമെന്നാണ് ദുര്യോധന മഹാരാജാവിൻ്റെ ആജ്ഞ. എല്ലാവരുടെയും മുൻപിൽ വെച്ച് ദേവിക്ക് ഭർത്താവിനോട് ഈ ചോദ്യം ചോദിക്കാം. നിങ്ങളുടെ രണ്ടുപേരുടെയും ചോദ്യോത്തരം കേൾക്കുവാൻ കൗരവന്മാരോടൊപ്പം മറ്റു രാജാക്കന്മാരും കാത്തിരിക്കുകയാണ്. ഞാൻ ദൃഢസ്വരത്തിൽ പറഞ്ഞു, പ്രാതകാമി പോയി എൻ്റെ ശ്വരനോടും ഗുരുജനങ്ങളോടും അവരുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കും. അവരുടെ ആജ്ഞ ഞാൻ ശിരസാ വഹിക്കാം. കേൾക്കൂ, ദുര്യോധനൻ എൻ്റെ യജമാനല്ല. അയാൾ ആജ്ഞാപിച്ചാൽ ഞാൻ വരികയുമില്ല. എൻ്റെ ഭർത്താക്കന്മാർ ഇതിന് അനുമതി നൽകിയിട്ടുണ്ടോ? പ്രാതകാമി ദുഃഖത്തോടുകൂടി തലകുനിച്ച് നടന്നുപോയി. എനിക്കൊന്നും ചിന്തിക്കുവാൻ കഴിഞ്ഞില്ല. സ്വയംവര സഭയിലെ ദൃശ്യങ്ങൾ കൺമുൻപിൽ തെളിഞ്ഞു വന്നു. ഏതെല്ലാം രാജകുമാരന്മാരുടെ മുൻപിൽ വെച്ചാണോ ഗർവോടുകൂടി കർണനെ തിരസ്കരിക്കുകയും വീരശ്രേഷ്ഠനായ അർജുനനെ വരമല്ലമാണ് അണിയിച്ച് സ്വീകരിക്കുകയും ചെയ്തത്, അതേ രാജാക്കന്മാരുടെ മുമ്പിൽ ഇന്ന് യുധിഷ്ഠിര ചക്രവർത്തിയുടെ പട്ടമഹിഷി, പഞ്ചപാണ്ഡവന്മാരുടെ പ്രാണപ്രിയ, ഇന്ദ്രപ്രസ്ഥത്തിലെ മഹാറാണി, പാഞ്ചാലദേശത്തെ രാജകുമാരി, ദൃഷ്ടദിമ്നന്റെ പ്രിയ സഹോദരി, ഭാരതവംശത്തിലെ കുലവധു, പൂർണ്ണപുരുഷനായ വാസുദേവകൃഷ്ണന്റെ സഖി, ഏകവസ്ത്രയായി രാജസ്വലയായ അവസ്ഥയിൽ നിസ്സഹായയും നിർഭാഗ്യവതിയുമായ സാധാരണ സ്ത്രീയെപ്പോലെ സഭാഗൃഹത്തിൽ ചെന്ന് നിൽക്കുന്നു. ഇക്കാര്യം എൻ്റെ ഭർത്താക്കന്മാർക്ക്, വിശേഷിച്ച് അർജുനനും ഭീമനും സഹിക്കുവാൻ കഴിയുമോ? ഈ അപമാനം സഹിച്ചുകൊണ്ട് എനിക്ക് ജീവിക്കുവാൻ പറ്റുമോ? ദുഃഖത്തോടും ക്രോധത്തോടും കൂടി ഞാൻ ചിന്തിക്കുകയായിരുന്നു. പുരുഷൻ്റെ സ്ഥാനപഞ്ചബദ്ധത്തിനോ അതിൻ്റെ സ്ഥാനമാനങ്ങൾക്കോ ഒരു വിലയുമില്ലാത്തവളാണോ സ്ത്രീ? യുധിഷ്ഠിരൻ്റെ സ്ഥാന വരജംഗമ സ്വത്തുക്കളിലും ദാസിമാരിലും ആനകുതിരകളിലും പെടുന്നവളാണോ ഞാൻ? സ്ത്രീ ആയതുകൊണ്ട് എനിക്ക് എൻ്റെ ആത്മാവിൽ പോലും ഒരവകാശവുമില്ലേ? എൻ്റെ ശരീരത്തിൽ അദ്ദേഹത്തിന് അവകാശമുണ്ടെന്ന് വിചാരിച്ച് തോന്നിയ പോലെ പെരുമാറാമോ? ചുറ്റും ഇരുട്ട് പരക്കുന്നതായി തോന്നി. അപ്പോൾ നിതുമ്പിനി നിശബ്ദമായി എൻ്റെ മുമ്പിൽ വന്നു നിന്നു. തലകുനിച്ച് ദുഃഖം നിറഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, സഖി, അവിടുത്തെ ഭർത്താവ് യുധിഷ്ഠിര മഹാരാജാവ് കൽപ്പിച്ചിരിക്കുന്നു, അവിടുന്ന് ഏകവസ്ത്രയായി ശശ്വരൻ്റെയും ഗുരുജനങ്ങളുടെയും മുൻപിൽ ചെന്ന് നിൽക്കുക. അവിടുന്ന് രാജസ്വലയാണെന്നറിഞ്ഞ് അവൾ തീർച്ചയായും അവിടുത്തെ സുരക്ഷയ്ക്ക് വേണ്ടി ഏർപ്പാടുകൾ ചെയ്യും. കോപതാപങ്ങൾ കത്തിയെരിഞ്ഞുകൊണ്ട് അല്പം ഞാൻ അലറി, എൻ്റെ മുൻപിൽ നിന്ന് മാറിപ്പോകൂ. നിന്റെ മുഖം പോലും എനിക്ക് കാണണ്ട. ഈ സന്ദേശം എൻ്റെ അടുത്ത് കൊണ്ടുവരാനുള്ള ധൈര്യം നിനക്ക് എങ്ങനെ വന്നു? എൻ്റെ കണ്ണുകളും ദേഹത്തിലെ സർവ്വ അവയവങ്ങളും തീപ്പന്തം പോലെ ആളിക്കത്തുന്നു. യുധിഷ്ഠിരനോടുള്ള ക്രോധവും ക്ഷോഭവും സഖിയുടെ മേൽ ഇറക്കി വെച്ചു. ഞാൻ സ്വയം കരുത്താർജിക്കുകയായിരുന്നു. പെട്ടെന്ന് അട്ടഹസിച്ചുകൊണ്ട് ദുശാസനൻ എൻ്റെ മുൻപിൽ വന്ന് നിന്നു. ഞാൻ ലജ്ജയോടെ അന്തഃപുരത്തിൻ്റെ മൂലയ്ക്ക് നീങ്ങി. എന്നാൽ അയാൾ നിർലജ്ജനായി എൻ്റെ അടുത്തേക്ക് വന്നു. വരൂ സുന്ദരി, നിങ്ങളിപ്പോൾ ഞങ്ങളുടെ സ്വത്താണ്. നിങ്ങളുടെ മാന്യതയും സതിത്വവും ലജ്ജയും സങ്കോചവും എല്ലാം മാറ്റിവെച്ചേക്കൂ. 5 ഭർത്താക്കന്മാരെയും മറന്നേക്കൂ. ദുര്യോധനെയും 100 സഹോദരന്മാരെയും യജന്മാരായി അംഗീകരിക്കൂ. ഇനി ഒരിക്കലും നിങ്ങൾക്ക് ഇമാതിരി ആപത്തൊന്നും ഉണ്ടാകുകയില്ല. തുടരും.